ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായി യൂട്യൂബിൽ വേണ്ടിയിട്ട് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായി ഞാൻ വീഡിയോക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരുന്ന യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നു. എനിക്കറിയാം ഭയങ്കര വലിയ ഗ്യാപ്പായിരുന്നു. ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ കാരണമാണ് ആ കാരണമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഈ വീഡിയോ എടുക്കണത്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തൊരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഒട്ടും സമയമില്ലാഞ്ഞിട്ട് കൂടിയും ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് 4-5-6 മാസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഒന്നും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ടൈം ആകുമ്പോൾ പറയാമെന്നുള്ളത്. ഞാൻ അതിൻ്റെ പ്രോസസ്സിങ്ങിലും അതിൻ്റെ പിന്നിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതാണ് കറക്റ്റ് ടൈമെന്ന്. ഇന്ന് 27th നവംബർ ആണ്. 27th നവംബർ 11:20 എൻ്റെ ഫ്ലൈറ്റ്. ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറയാമെന്നുള്ളതിൽ പറഞ്ഞത്. 2021 +2 ഞാൻ പാസ് ഔട്ടായി. നെക്സ്റ്റ് 4 years കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോണത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ MBBS വേണ്ടി തന്നെയാണ് നമ്മൾ നീറ്റിൽ അപ്പിയർ ചെയ്യുക. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തു. ശരിക്കുള്ള റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താണ് നമുക്ക് എബ്രോഡ് പോയി പഠിക്കാന്നുള്ളത്. 1 year അതിൻ്റെ കുറച്ച് ബ്രേക്കിലും കാര്യങ്ങളിലും ആയിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും എന്താണൊന്നും ചെയ്യാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താലും എത്ര നമ്മൾ അത് കുഴപ്പമില്ല എന്ന് ആലോചിച്ചാലും നമുക്ക് ഉള്ളിലൊരു സങ്കടമാണ്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടൈമിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പം എനിക്ക് അത്രയും മെൻ്റലിയും ഇമോഷണലി ഒക്കെ ബേൺഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒരു 1 year ബ്രേക്ക് എടുത്തത്. അതും ഒരു ഇൻറ്റൻഷനലി ആയിട്ട് 1 year ബ്രേക്ക് എടുക്കാം എന്നുള്ള ഇതല്ല. ഓരോ ഇൻടേക്കിൽ ശരിയാവാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു 3 months ഇടയിലാണ് ഇൻടേക്കിസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ആ ഇൻടേക്കിൽ നമ്മൾ ഫിറ്റ് അല്ല പോവാൻ, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി കുറച്ച് ഡൗൺ ആണ് പോവാൻ എന്നുള്ള രീതിക്ക് വരുമ്പോഴാണ് ഞാൻ അടുത്ത ഇൻടേക്കിൽ പോവാന്നുള്ള രീതി. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു 1 year ആയി. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് രാത്രിയാണ് ഞാൻ ഫ്ലൈ ചെയ്യാൻ പോണത്. എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ ഞാൻ അവിടെ ഒരു 9 AM എത്തണ്ടാവുക. അപ്പം ഇന്നറിയാം നിങ്ങൾക്ക് പോണേൻ്റെ അന്ന് വരെ ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ എനിക്കത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. കുറേ പേർക്കൊന്നും കിട്ടാത്തൊരു ചാൻസാണ് ഇത്രയും ടൈം നിൽക്കുക, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിന്ന് അതിന് വേണ്ടി വർക്ക് ചെയ്തെടുക്കുക എന്ന് പറയണത്. ഞാൻ അതിനു വേണ്ടി ട്രൂ എഫോർട്ട് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടി ഇങ്ങനെ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പിന്നെ എല്ലാത്തിലും ഉപരി എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എത്ര ആഗ്രഹിച്ചാലും, ഞാൻ എത്ര അതിനു വേണ്ടി പരിശ്രമിച്ചാലും ആരെങ്കിലും ഒന്ന് തടസ്സം നിന്നാൽ പിന്നെ നമ്മളുടെ എല്ലാ എഫേർട്സും വെയിലാവും. അപ്പം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു. എല്ലാവരും, അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. ഞാനിപ്പോൾ എത്ര ബ്രേക്ക് എടുത്താലും, എത്ര ഞാൻ ഇതിന്ന് മാറി നിന്നാലും പീപ്പിൾ ആർ ദേർ സപ്പോർട്ട് മീ. എന്താണ് പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് വീടിടാത്തത്, വീഡിയോ ഇട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഒറ്റയ്ക്ക് ഇത് മാത്രം ഒറ്റയ്ക്ക് ഞാൻ ചെയ്തതാണ്. എൻ്റെ ബാക്കിലും കുറേ ആൾക്കാരുണ്ട്. അപ്പം ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇതിപ്പോൾ ഇങ്ങനെ നടന്നതിൽ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, അപ്പോൾ അന്ന് എല്ലാവർക്കും ഭയങ്കര കുറച്ച് ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പറ്റി അതാണെന്ന് പറയാത്തത് ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാം ഒന്ന് സെറ്റിലായിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാര്യം അറിയില്ലല്ലോ നമുക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ അതിന് വേണ്ടി ഓടുക എന്നല്ലാതെ ഇത് ശരിക്കും നടക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ ശരിയായിട്ട് വരുമോ എന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് രാത്രി 11:30 ഫ്ലൈറ്റ്.
എല്ലാവരുടെയും ഞാനിപ്പോൾ ഇത് ഇടുമ്പോൾ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടേ ഞാൻ ഇടുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇനിയൊക്കെ എല്ലാവരുടെയും പ്രയേഴ്സിൽ ഉൾപ്പെടുത്തുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. MBBS 6 ഇയർ കോഴ്സാണ്. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിനെപ്പറ്റിയൊക്കെ. ഇതിനെപ്പറ്റി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഏജൻസിയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ്സിങ്ങോ, എങ്ങനെയാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മൈൽഡായിട്ട് പറഞ്ഞതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാനിൻ്റെ അന്നെടുത്ത വീഡിയോൻ്റെ ബാക്കി ഞാനിപ്പോൾ പറഞ്ഞതാണ്. കാര്യം അന്ന് എൻ്റെ വീഡിയോയുടെ ഇത് മാത്രം ഫ്യൂച്ചർ പ്ലാൻസിനായിരുന്നു. എന്താണ് ഞാൻ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും +2 കഴിഞ്ഞ് പിന്നെ ഇത്രയും റിപ്പീറ്റ് പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് ആ ഒരു വീഡിയോയുടെ തീം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇനി യൂണിവേഴ്സിറ്റിയുടെ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് ഏജൻസിയാണ്, എത്ര കോസ്റ്റായി, കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ടോ, IELTS വേണോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഐ എം സോ താങ്ക്ഫുൾ. കാര്യം എന്നിരുന്നാലും കുറെ നാൾക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം എനിക്ക് കുറെ കാലമൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാം സമയത്തിന്റെ വില എത്ര എന്നുള്ളത്. ഇന്നും എനിക്ക് കുറെ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് നിർബന്ധിതമായി നിർത്തേണ്ടി വരും. ഓക്കെ, അപ്പം എല്ലാവരും, എനിക്ക് പറയാനുള്ളത്, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ സ്വപ്നം നടക്കും. ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞ ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നല്ലതായിട്ട് ചോദിച്ചതാണ്, വേണോ റിപ്പീറ്റ് ആണ് വേണോന്നുള്ളത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് എടുത്തത് ഇത്രയും വലിയൊരു ട്വിസ്റ്റിലേക്കും ടേൺസിലേക്കും ആവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ് അല്ലേ. എനിക്ക് എൻ്റെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കുക, അല്ലെങ്കിൽ ഡോക്ടർക്ക്. 2 ഈക്വലി നല്ലൊരു പ്രൊഫഷനാണ്. അന്നൊക്കെ നമുക്ക് അത് മാത്രമാണ് നമ്മളുടെ മുന്നിൽ ഉണ്ടാവണ ഒരു എന്ന് പറയണത്. അപ്പോൾ 2 എടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓഫ്കോഴ്സ് നമ്മൾ ഈസി വേ തന്നെയാണ് എടുക്കാൻ ഇതായത്. നമുക്ക് എഞ്ചിനീയറിംഗ് തന്നെ എടുക്കാം. എനിക്ക് BBS അത്ര കുറച്ച് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്. എനിക്കറിയില്ല അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എന്തായാലും ഐ വിൽ ഗെറ്റ് എ സീറ്റ് അല്ലേ. ഇതാണ് നമുക്ക് കുറച്ചും കൂടി റിസ്ക് ഫാക്ടർ ഉള്ളത്. അപ്പോൾ 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. ആൻഡ് എന്താ പറയുക, അത് ഞാൻ പറയുകയല്ല എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും എന്നറിയാവുന്നത് കൊണ്ടല്ല, എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നറിയാവുന്നത് കൊണ്ടല്ല. ഐ ഹാവ് ഇംപ്രൂവ്ഡ് അലോട്ട്. അന്ന് ആ ഒരു +2 കഴിഞ്ഞ് നിന്ന ഒരു ഭയങ്കര സൂപ്പർ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ അല്ല ഇപ്പോൾ ഉള്ളത്. ഐ ക്യാൻ ഡു മെനി തിങ്സ് അലോൺ, അല്ലെങ്കിൽ ഐ ക്യാൻ ഡു മെനി തിങ്സ് എഫോർട്ട്ലെസ്ലി അല്ലേ. അപ്പൊ നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ വന്ന ചേഞ്ചസ്, നമ്മൾ മൊമെന്റ്സ് സീ ചെയ്യുന്ന രീതി, വ്യൂസ് എല്ലാം മാറിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് ഇസ് വെരി ഡ്രാസ്റ്റിക് ഇൻ മൈ ലൈഫ്. ഞാൻ അപ്പോൾ ആലോചിച്ച കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഇത്ര എഫോർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ എല്ലാം റിട്ടൺ ആണ് എന്ന് പറയണ പോലെ തന്നെ അതും റിട്ടൺ ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ നടക്കണം എന്നുള്ളത് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എല്ലാവരും പറയുന്നതിൻ്റെ അടുത്ത് ഇപ്പം എഞ്ചിനീയറിംഗ് എടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ 4 ഇയേഴ്സ് കഴിഞ്ഞേനേന്നൊക്കെ. ശരിയാണ്, 4 ഇയേഴ്സ് കഴിഞ്ഞേനെ. പക്ഷെ ഐ വിൽ ബി ദാറ്റ് സെയിം ഗേൾ ഭയങ്കര സൂപ്പർ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നേനെ. അല്ലെങ്കിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ ഒന്നും അവിടെ നടക്കില്ല. ഞാൻ ആ ഒരു കംഫർട്ട് സോണിലിരുന്ന് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ഞാൻ ഇരുന്നേനെ. ഐ എം സൂപ്പർ ഹാപ്പി ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതില്ല. കാര്യം ഞാൻ പോലും ചില സമയത്ത് ഞാൻ ചിന്തിക്കുന്ന വേസും ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന വേസൊക്കെ വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ്. ഇപ്പം പറഞ്ഞ് ഇരുന്ന് ഞാൻ കുറെ പറയും. അപ്പം എൻ്റെ കൂടെ ഈ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ, ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ നിന്ന് കുറേ പേരെന്നെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്ര നാളും നിന്നതും കാര്യങ്ങളൊക്കെ. എനിക്ക് അവരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നു, എല്ലാവരെയും കണ്ടു, കുറേ പേരെ കണ്ടു, കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചു. അപ്പം ഫൈനലി മൂവിങ് ചെയ്യാണ് ഇന്ത്യന്ന്. ഭയങ്കര എന്താ പറയുക, സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. കാര്യം ഞാൻ ഒരു
ഭയങ്കര സങ്കടമുള്ള മൊമെന്റ് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇന്ന് രാവിലെയൊക്കെ എണീച്ചപ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ നാളെ എണീക്കുമ്പോൾ നമ്മൾ ഇവിടെയല്ല. നാളെ ഇവിടുന്ന് എണീക്കുമ്പോൾ നമുക്ക് കാണുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം സങ്കടമില്ല അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത് എന്നൊന്നുമല്ല. സങ്കടം അപ്പോഴും ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് അവിടെ നിന്ന് മാറി നിന്നപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എല്ലാം അതിൻ്റെ ഒരു പ്രോസസ്സിൽ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് കരയരുത്, ആരുടെ മുമ്പിൽ പോയിരുന്ന് കരയാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതേ ഉള്ളൂ. എല്ലാ കരച്ചിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കരഞ്ഞ് തീർക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താണ് ടഫർ തന്നെ. ഓഫ്കോഴ്സ് നമുക്ക് അറിയില്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. പിന്നെ അവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് പറയണ പോലെ നമ്മളെ നോക്കാനും ഇതാക്കാനും ഒക്കെ മുകളിലൊരാളുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഏത് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എനിക്കൊരു എത്ര ഞാൻ ഡൗൺ ആയാലും എൻ്റെ ഉള്ളിലെ ഫയർ കിടാതെ സൂക്ഷിക്കുന്നത് അള്ളാഹ് തന്നെയാണ്. അപ്പം എപ്പോഴും ഒരു സിറ്റുവേഷനിലും അങ്ങനത്തെ ഒരു പവർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓഫ് കോഴ്സ് ഞാൻ ഓക്കെ ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു സങ്കടവും കാര്യങ്ങളും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെ ഉണ്ട്. എല്ലാം ഇൻഷാല്ലാ ഞാൻ ശരിയായിട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, അപ്പം എല്ലാവരും ഡ്രീം ചെയ്യുക, ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ്. അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യുക. ലൈഫിൽ നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കുക ലൈഫിൽ. തോറ്റുപോയെന്ന് വെച്ചാൽ അതൊന്നും വലിയ ഇഷ്യൂ ഒന്നും അല്ല. തോറ്റുപോയാലും നിങ്ങൾക്ക് വേറെ ചാൻസസ് ഒക്കെ ഉണ്ട്. ഒരിക്കലും ഫെയിലിയറിനെ ഇതാക്കിയിട്ട് നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കരുത്. ഫെയിലിയറിനെ ഇതാക്കി വെച്ചിട്ട് നിങ്ങൾ ഫെയിൽ ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫെയിലിയർ എന്നാണ് ഏറ്റവും വലിയ ലെസൺ നിങ്ങൾ പഠിക്കാനുള്ളത്. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അത്രയും ലെസൺ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ലൈഫിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഞാൻ പറയില്ല. എപ്പോഴും ഏത് സിറ്റുവേഷൻ വന്നാലും, സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിന്റെ സ്പേസ് അതിന് കൊടുക്കുക. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ സന്തോഷമാവണം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം. സങ്കടമാവണമെങ്കിൽ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുക, കരഞ്ഞു തീർക്കുക. ഓക്കെ, അപ്പം എല്ലാ ഇമോഷൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ രീതിക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയാ, ഗീവ് വാല്യൂ. നിങ്ങൾ ഇന്നത്തെ കാര്യം നിങ്ങൾ ചെയ്യുക, പിന്നെയാണ് നാളെ വരുന്നത്. ഇന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ നാളത്തെ കാര്യം നാളെ വന്നു ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിക്കാണ്. പക്ഷെ ഇന്നത്തെ കാര്യം നമുക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. നിങ്ങൾ 100% ഇന്ന് കൊടുക്കുക. നാളെ നിങ്ങൾക്ക് വരുന്നത് നല്ലതാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ജീവിക്കുകയാണെങ്കിൽ. കുറെ കാലത്ത് എനിക്ക് പറയാനുണ്ട്, പക്ഷെ ടൈമിന്റെ ഇതാണ്. എനിക്ക് ഇന്നും കുറെ പർച്ചേസ് ഉണ്ട്, ഇന്നും കുറെ ഇവിടെ റിലേറ്റീവ്സ് ഒക്കെ വരാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് ടൈം ലിമിറ്റിലാണുള്ളത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഞാനിനി പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ലാ. ഓക്കെ, അപ്പം ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ബൈ.